ഈ ഇൻസ്റ്റാഗ്രാമുകളിൽ ഒരുപാട് ഓപ്പൺ ചെയ്ത് ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് കുറേ ഫോട്ടോസ് ന്യൂഡ് ഫോട്ടോസ് ഒരുപാട് വരുന്നുണ്ട്. അത് ശരിക്കും ഗ്രാഫിക്സ് ഒന്നും അല്ലല്ലോ, ഒന്നും അല്ലല്ലോ. എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന നിങ്ങൾ നേരിട്ട് തന്നെ ഫോട്ടോ നേരിട്ട് തന്നെ ഫോട്ടോ എടുത്തിട്ട് നിക്കർ ഉടുപ്പൊക്കെ ഇട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. സത്യം. എന്തൊരു കോലാടോ ഇത്. എന്താ ഒരു കുഴപ്പം അറിയാഞ്ഞിട്ട് ചോദിക്കാ, എന്താ ഭാവം? ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. ഞാൻ തന്നെ ചെയ്യുന്നതാണ്. നാണക്കേട് തോന്നുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ സെമി ന്യൂഡിൽ ഞാൻ ഫോട്ടോഷൂട്ട് മാത്രം ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇതേ മോഡേൺ സ്റ്റൈലാ, ദാറ്റ് മീൻസ് വെസ്റ്റേൺ സ്റ്റൈൽ. അതെയോ? പൈസയുടെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ചെയ്തതാണ് ഓൺലൈൻ ലൈവ്. കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെൺകൊച്ചാണ് അവള്. ഓൺലൈൻ ലൈവ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ www.sarasu.com. ആ വെബ്സൈറ്റിൽ ഞാൻ ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇതിനേക്കാൾ സുന്ദരായത് കാണാം. ഒരു 15 മിനിറ്റ് ലൈവ് പോവാറുണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ ഫുൾ ന്യൂഡ് ലൈവ് ആയിരിക്കും. ലൈവ് എന്ന് പറഞ്ഞാൽ ഫുൾ ന്യൂഡ് ലൈവ് ആയിരിക്കും, ഫേസ് ഉണ്ടാവില്ല. അയ്യോ இந்த അടക്കോടൊക്കെ എനിക്ക് ரொம்ப പിടിച്ചിരിക്കുന്നു. ഒരു സമയം എത്ര പേര് കാണും? ഒരേ സമയം 70 പേരും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. 70 പേര് ഒരേ സമയം കാണും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. അതൊരു തരം ഒരു ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് വരുന്നതാണോ അതോ എന്താണ്? എനിക്കറിയില്ല. ഇവരൊക്കെ എല്ലാവർക്കും ഭാര്യമാരും കുടുംബവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. എന്തൊരു സാക്ഷരത കേരളം. അപ്പൊ ഇതാരാണ് കണ്ടിട്ട് ഇവര് പോകും. ആരാണ് വന്നത്, എന്താണ് ഒന്നും നമുക്കറിയില്ല. അവര് വരുന്നു, കാണുന്നു, നമുക്ക് പൈസ, അത് മാത്രമേ ഉള്ളൂ. അവിടെ പോയി ഒരു കളി കളിച്ച് കുറച്ച് കാശുമായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം.